ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഇതല്ലാട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. 2 ഡ്രസ്സുണ്ട് എനിക്ക്. അതിൽ എൻ്റെ നല്ല കൺഫ്യൂഷനിലാണ് ഇപ്പോഴും ഞാനുള്ളത്. അപ്പം ഞാൻ എന്താ ഡ്രസ്സ് മാറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കിച്ചണിൽ നല്ല തകൃതിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു. ഇനി ഡ്രസ്സിലെങ്ങാനും ഫുഡ് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ആകെ ഇടങ്ങേറാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഭീമപ്പള്ളി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഡ്രസ്സ് ചീത്തയാക്കണ്ട. സോ നമുക്ക് ആദ്യം കിച്ചണിൽ പോയിട്ട് ഉമ്മ എന്താ ഉണ്ടാക്കിയത് നോക്കാം. ഉമ്മച്ചി നിസ്കാരം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ്. എനിക്കൊന്നും ഹെൽപ്പാക്കാൻ പറ്റില്ല. ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ട് കിടന്നുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. തിരിയുമ്പാകുമോ മറിയുമ്പാകുമോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ലേറ്റ് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഉമ്മാനെ പോയിട്ട് നോക്കാം എന്ത് ചെയ്യുന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയാവാം. അമ്മ കുക്കിങ് കഴിഞ്ഞ അമ്മ എന്തുമ്പോ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കറിയൊക്കെ ഇന്നലത്തെ ഇടിയപ്പാണല്ലോ. ഇതാണല്ലേ ഇത്. ഉമ്മ അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ അമ്മ ടൈറ്റ് ആയിട്ടിരിക്കുന്നു. കണ്ടു ഗൈസ്, ഒരട്ടിയാണ് ഉമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മ പാവം ഇഷ്ടംപോലെ ഒരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ ഞാനും ഉമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാലും ഉമ്മ ഉണ്ടാക്കിയിരുന്നു. ഒരു പറ നിറച്ചും ഒരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കാൻ വേണ്ടിയും കൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതായിരിക്കും ഉമ്മ കുറെ ഉണ്ടാക്കിയത്. ഞാൻ ഇതിനെ അടിച്ചു വെക്കുന്നത് നമുക്ക് കഴിക്കണ്ടേ. ഉമ്മ ഞാൻ കഴിക്കെടുക്കട്ടാ? ചിക്കൻ ഫ്രൈ ഉണ്ടോ? കാര്യം എനിക്ക് ഇഷ്ടമേ അല്ല. ഇവിടെ ചിക്കൻ കറി ഒളിച്ചിരിക്കുവാണ്. കോരിയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് വെച്ചോളൂ. ഗൈസ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കായി ഗൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ ആസ് ഓൾവേസ് ഫുഡ് എടുത്തോണ്ട് അയൽവാസികളുടെ വീട്ടിൽ പോയി അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഉമ്മ കുറച്ച് 5 എണ്ണം കണ്ട് ഉറട്ടി എടുത്തോണ്ട് പോയത് ഓരോ വീട്ടിൽ കൊടുക്കാനേ. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കുട്ടികളൊക്കെ കഴിക്കണം. അപ്പൊ ഉമ്മ പാത്രതയും കൂടി എടുത്തോണ്ട് വന്ന്. ഓക്കെ, ഞാൻ ഇന്ന് കുറേ കറി സെപ്പറേറ്റ്, ഒരട്ടി സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെ ഒന്നും എടുത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉമ്മ അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ ആക്കി ഊക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനും കുറേ വേസ്റ്റ് ആക്കണ്ട, ചീത്തയാക്കണ്ട കരുതിയിട്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട്. എന്തേലും നമ്മൾ ഇതിൽ തന്നെയല്ലേ കഴിക്കുന്നുണ്ടാവുക. ഇന്ന് ഉമ്മ പൊരിച്ചിട്ടല്ല ഉണ്ടാക്കിയത്, പച്ചക്കിരിക്കുന്നു. ഇങ്ങനെയൊന്നും ഇഷ്ടം. ടേസ്റ്റ് സമ്മതിക്കണം. ഇതാ ഞാൻ അടുക്കള കയറാത്തത്. കാരണം ഇവർ നല്ല ടേസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെന്തിനും അടുക്കള കയറേണ്ട ആവശ്യം. ചിക്കൻ ഇഷ്ടമില്ല, മസാല പിടിച്ചില്ല ചിക്കനിൽ. കേൾക്കണോ? അപ്പുറത്ത് ആരോ തുണി അലക്കണ തോന്നും. ടപ്പേ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ വന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. എനിക്ക് എപ്പോഴുള്ള കൺഫ്യൂഷനാണ്. ഒരുപോലത്തെ 2 സാധനം കൊണ്ട് തന്നാൽ അതിൽ ഏതെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂഷൻ അടിച്ചേക്കും ഏതെടുക്കണമെന്ന് ആലോചിച്ചിട്ട്. അതുപോലെ പെരുന്നാക്കുള്ള ഡ്രസ്സ് 2 എണ്ണം ഉണ്ട്. അതിൽ ഏതെടും എന്നുള്ള കൺഫ്യൂഷനിലാണ്. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ അന്തം പണിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഡിസിഷൻ എടുക്കണം ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. ബൈ ദ വേ, എൻ്റെ മെഹന്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചുമന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ഒരു മിതമാവിൻ്റെ മണം അല്ല കേട്ടോ, എന്തിൻ്റെ ഒരു മണമാണ്. അപ്പം ഇത് നല്ല രസമുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം രസമില്ല. കാരണം എനിക്ക് ആ ഒരു മണം തിന്നാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. പക്ഷെ ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലാം കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മൂക്കിലി മണം അടിക്കും. ഉണ്ട് ഓക്കെയാണ്. പിന്നെ നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ടാണല്ലോ ഇത് വെച്ചത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്താ പറയുക പതിഞ്ഞുപോയി. ഇവിടെയൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അതുപോലെ ഇത് കുറച്ച് ഫുൾ സെയിം ആണ് കേട്ടോ. ഈ സ്റ്റെൻസിൽ മൊത്തത്തിൽ എല്ലാം സെയിം ആണ്. പക്ഷെ ഇവിടത്തെ പൂവും വന്നിട്ട് ഇച്ചിരി പോലും ചളുങ്ങിപ്പോയി. ബാക്കി 2 സൈഡ് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് പറയണ്ടല്ലോ, ഇത് ഇങ്ങനെ തന്നെയാണ് ഈ സെറ്റപ്പ്. ഞാൻ എന്തെങ്കിലും ഉടുപ്പ് മാറ്റിയിട്ട് വരാം ഗൈസ്. എനിക്ക് ഉടുപ്പ് മാറ്റിയിട്ട് ഒരുങ്ങിയിട്ട് ഉടുപ്പ് മാറ്റണോ എന്നുള്ള കൺഫ്യൂഷൻ അത് വേറെ. അപ്പം ഇനി ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള പോക്ക് നടക്കത്തില്ല. ഉച്ചയ്ക്കത്തെ പോക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ വയറ് പട്ടിണിയാകും. കാരണം നമ്മൾ ഉച്ചയ്ക്കൊന്നും ഇവിടെ വച്ചിട്ടില്ല. രാവിലത്തെ ഉറട്ടി മേ ബി അടിച്ച് കയറ്റി തരും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഉടുപ്പറ്റി എസ്കേപ്പ് ആവട്ടെ. ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കി. സോ ഇന്നലെ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് ടൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിട്ടപ്പം കുറച്ചധികം ടൈറ്റ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്.
അപ്പോൾ പിന്നെ എന്താ മറ്റു ഡ്രസ്സ് ഇടാത്ത ഇന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ വേറൊരു ഡ്രസ്സും കൂടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഉമ്മച്ചി രാവിലെ നിസ്കാരം കഴിഞ്ഞ പാടെ കിച്ചണിൽ കയറി എന്തുപോലെ ഒരൊട്ട ഉണ്ടാക്കിയെന്ന് അറിയാം. അപ്പം അതിനിടയിൽ ഉമ്മാനെ വീണ്ടും തയ്ക്കാൻ വേണ്ടി കൊണ്ടിരുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാനും അത്യാവശ്യം തയ്ക്കും, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് മടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉമ്മാന്റെ തല വെച്ച് കേട്ടാൻ നോക്കിയപ്പോൾ പാവം അത് ഓൾറെഡി ടയേർഡാണ്. അതിനെ വീണ്ടും കൊണ്ടുപോയിട്ട് മെഷീൻ്റെ അവിടെ ഇരുത്തിക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പില്ല. അത് ഞാൻ ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് എനിക്ക് മേക്കപ്പ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വേർത്തൊലിക്കുന്നുണ്ടല്ലോ. സോ വേർത്തൊലിക്കുന്നതിൻ്റെ ഇടയിൽ മേക്കപ്പും കൂടെ ഇട്ടിട്ട് ഒലിച്ചിറങ്ങി ഞാൻ പ്രേതം ലുക്കായിരിക്കും. കഴിഞ്ഞ വലിയ പെരുന്നാളിന് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ മേക്കപ്പ് ചെയ്ത് കുളമായി പോയി എന്നുള്ളത്. സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും പിന്നെ ഒക്കുന്ന മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരുങ്ങിയിട്ട് വരാം ഗൈസ്. ഞാൻ വലിയ കാര്യത്തിൽ മേക്കപ്പ് കുത്തിയിട്ട് മേക്കപ്പ് ഇടുന്നൊക്കെ കാണിക്കാന്നും പറഞ്ഞിട്ട് കൊന്തളിപ്പ് നിൽക്കുമായിരുന്നു. ഇതെടുത്ത് ഫോണിൽ കണക്ട് ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ കുത്തുള്ള സാധനം കാണാനില്ല. എത്രാമത്തെ പ്രാവശ്യം എന്ന് അറിയോ വാങ്ങിക്കുന്ന, എവിടെയോ മിസ്സായിപ്പോയി, ഞാൻ കൊണ്ടുവന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ആക്കിയ സമയത്ത് ലാസ്റ്റിലെ വന്നിട്ട് എന്റെ വോയിസ് കുറച്ച് ചെറുതായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിങ്ങനെ സംസാരിച്ചാണ്. അപ്പൊ എനിക്ക് കമന്റ് വന്നു മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കുക സൗണ്ട് പോയെന്ന്. അപ്പൊ ഞാൻ വലിയ കാര്യത്തിൽ മൈക്ക് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ വലിയ ആവേശമാറായിട്ട് ഓടി അയ്യോ എന്റെ മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വെറുതെ ഗൈസ്. മേക്കപ്പ് ആക്ച്വലി ഞാൻ എത്ര എന്നെ പറഞ്ഞാലും ഇവിടെ കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇടും പുട്ടി പുട്ടി പുട്ടിന്ന്. അപ്പൊ ആ പുട്ടി അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ മേക്കപ്പ് ഞാൻ എന്താ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിന്റെ സൗണ്ട് കേൾക്കും. ഞാൻ വേർത്ത് കുളിച്ച് നിന്നിട്ടാണ് മേക്കപ്പ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇത് റോസ് വാട്ടർ ആണ് കേട്ടോ, പ്യുവർ റോസ് വാട്ടർ ആണ്. നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചു കൊടുക്കാം. നല്ല റിഫ്രഷ്മെന്റ് ആണ്. മണം അടിച്ച് ഇങ്ങനെ റോസിന്റെ മണം എനിക്ക് എന്തൊരു ഇഷ്ടം എന്നറിയാം. പിന്നെ ഞാൻ മെയിൻലി ഇടുന്ന വേറൊരു സാധനം എന്ന് പറയുമ്പോൾ ബ്ലഷ് ആണ്. എനിക്ക് നോർമൽ ബ്ലഷ് ഒന്നും വരാറില്ല, ഇതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും എന്റെ ലൈഫിൽ നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ബ്ലഷ് എടുത്ത് ഇടും. ഇത് കുറച്ച് ഇലിമിനേറ്റി എഫക്റ്റ് ഉള്ള ബ്ലഷ് ആണ് കേട്ടോ. അപ്പുറം പോയി കഴിഞ്ഞാൽ തിളങ്ങും. അത് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇടും. ഞാൻ ആദ്യം ഇപ്പം ബ്ലഷ് ഇട്ടിട്ടാണ് കേട്ടോ റോസ് വാട്ടർ അടിക്കുന്നത്. ഞാൻ എന്തൊരു ഓർമ്മയിൽ എടുത്തിട്ട് അടിച്ചു പോയതാണ് ഗൈസ്. ഓവറായിപ്പോയോ? മൂക്കിലൊക്കെ ഇടണം എന്നാലേ സെറ്റപ്പ് ആകത്തുള്ളൂ, നാച്ചുറൽ എന്ന് ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. ഇപ്പോൾ ഇടുന്നു എനിക്കിത് എന്നെ കണ്ടിട്ട് നാടാവുന്നത്. പിന്നെ സെഫോറാന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും 84 ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ബട്ട് ഇത് വന്നിട്ട് 25 ആണ്. ഇത് കിട്ടാണ്ടായ സമയത്ത് ഞാൻ എടുത്തതാണ്. എനിക്ക് ഈ കളറും അത്യാവശ്യം ഇഷ്ടമാണ്. ഇതിന്റെ കളറിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് ഷെയ്ഡിന്റെ നെയിമിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഇത് 25. ഉമ്മക്ക് ആരൊക്കെ വിളിച്ചിട്ട് ഇതും വറക്കറുണ്ട്. എനിക്കൊരു മനുഷ്യൻ വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെയും. ഉമ്മക്കുള്ള ഫാൻ ഫോളോവേഴ്സ് പോലും എനിക്കില്ല ഗൈസ്. എന്നെ ആരും വിളിച്ച് വിഷ് ചെയ്തതിനും കുറെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഗൈസ്. ബസ് ഹോ ഗയാ. ഇനി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മസ്കാരൊക്കെ ഇടണമെന്നുള്ളത്. പക്ഷെ ഓൾറെഡി എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഡാർക്ക് സർക്കിളിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിട്ടിട്ട് ഈ ഒലിപ്പിന്റെ ഇടയിൽ കൂടെ അതും കൂടെ ഒലിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല നീഗ്രോ ലുക്ക് ആയിരിക്കും. എനിക്ക് ആ ലുക്കിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്. പക്ഷെ തുടച്ചാലും വായിച്ചാലും എന്റെ സ്കിന്നിന്ന് പോകത്തില്ല. എന്റെ സ്കിൻ എന്ന് പറയുമ്പോൾ എന്തായി കഴിഞ്ഞാൽ അങ്ങനെ ഒപ്പിയിരിക്കും, മുഖത്തുനിന്ന് പോവത്തേ ഇല്ല. പിന്നെ ഈ രണ്ട് സാധനം യൂസ് ആക്കുമ്പോൾ തന്നെ എന്റെ ഫേസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല വൃത്തിയായില്ലേ. ഈ ഡാർക്ക് സർക്കിളും ഈ മുഖക്കുരുവൊന്നും ആരും നോക്കണ്ട, ഓക്കെ അല്ലേ, സെറ്റപ്പ് ആയില്ലേ. എനിക്ക് മുടി കെട്ടണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ വിടുവാണ്, കാരണം എന്റെ മുടി കുളിച്ചിട്ട് ഉണങ്ങിയിട്ടില്ല. നന്നായിട്ട് ഉണങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാവും. ഇത് കണ്ടോ, ഇത് ഞാൻ റോസ് വാട്ടർ അടിച്ചതല്ല, ഇത് എന്റെ കഠിനാധ്വാനമാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞ് വരാം ഗൈസ്. ഭയങ്കര ചൂട്, ഫാനൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ആവട്ടെ ഗൈസ്. എനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. രാവിലെ എണീറ്റിടം മുതലേ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ, കണ്ണ് കാണാനില്ലായ്മ, പിന്നെ കിട്ടിയ സാധനങ്ങൾ എന്താന്നുള്ള തിരിച്ചറിവില്ലായ്മ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെ കൊണാണ്ടർ സാധനം എടുത്തില്ല എന്നുള്ളത്. ആക്ച്വലി അതിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ മൈക്കിന്റെ ട്രാൻസ്മീറ്ററിൽ തന്നെ ആ ഒരു കേബിൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫോണിൽ കുത്തേണ്ടതായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ കുത്തി ഇപ്പൊ മൈക്കിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം സംസാരിച്ചതും ഇപ്പൊ സംസാരിച്ചതും ഒക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഇതാണോ നല്ലത്, സ്റ്റാർട്ടിങ്ങിലുള്ളതാണോ നല്ലതെന്ന് എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ. ഓക്കെ, ഞാനൊരു മൂവി കാണാൻ പോവാണ് കേട്ടോ. മൂവി കാണാൻ പുറത്ത് തിയേറ്ററിലല്ല ഇപ്പോൾ പോകുന്നത്, ഞാൻ ഇവിടെ തന്നെ കാണാൻ വേണ്ടി പോവാണ്. ബിക്കോസ് നൈറ്റിലത്തേക്ക് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നോമ്പ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയല്ല ഗൈസ്, കാരണം നമ്മൾ ലൂസിഫർ മൂവിയാണ് ഞാൻ ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതൊന്ന് നൈറ്റ് കാണാൻ പോകണമെന്നുണ്ട്. ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള മൂവികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എങ്ങനെ അത് എന്താ പറയുക, ചില ഭാഗങ്ങൾ മാറ്റപ്പെടുക, സെൻസർ ബോർഡ് അവരെ കട്ടാക്കുക, സീനുകൾ, അതിന് മുന്നിൽ പോയിട്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് മൂവിയൊക്കെ കണ്ടിട്ട് പയ്യെ വരാം ഗൈസ്. ഗൈസ്, എനിക്ക് മൂവി ഒന്നും കാണാൻ പറ്റിയില്ല. ഉമ്മ ഭയങ്കര പടപടാന്ന് പറഞ്ഞിട്ട് പോകണമെന്നും പറഞ്ഞെന്നെ വിളിച്ച്.
അങ്ങനെ ഞാനിച്ചിരി പൂവൊക്കെ വെക്കാം. അയ്യോ അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. എല്ലാം മറ്റേ തലയെ കൊണ്ട് വെക്കുക. അമ്മ എനിക്ക് റോസപ്പൂവൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മ ഇത്ര എനിക്കമ്മ ഇന്നലത്തെ വീട്ടിൽ ഞാൻ ഉമ്മ വെക്കൂലെന്നൊക്കെയാണ് പറഞ്ഞത്. പിള്ളേർക്ക് കൊടുക്കാനാ? ഇല്ല. അയ്യോ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ റോസാന്റെ മണത്തിലൊക്കെ സ്ലൈഡ് എനിക്ക് ഭയങ്കര മറവിന്ന് പറഞ്ഞാൽ എവിടെയോ ഉണ്ട്. ആകെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നത് എവിടെയോ ഉണ്ട്. ഞാൻ വെച്ച് ഇപ്പൊ ഒന്നുമില്ല. മുടീന്റെ ഇടയിലെങ്കിൽ വെച്ചാൽ മതി. അമ്മ എന്റെ കൊണ്ട് അനക്കല്ലേ മച്ചിരി പാട് കെട്ടിയാണ് കെട്ടി വെച്ചത്. ഇതിന്റെ ഇടയിൽ ഞാൻ കെട്ടിക്കുന്ന അങ്ങനെയല്ലേ അമ്മ കല്യാണത്തിനൊക്കെ ഇത്ര നീട്ടിയൊന്നും ഇടണ്ടമ്മ. തമിഴ്നാട്ടിലെ പെണ്ണുങ്ങളാണ്. ഒരിടം താന്നോ ഒരിടം പൊങ്ങിപ്പോയമ്മ. പോട്ടെന്നാ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഞാൻ ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്. ഇതാണ് എമർജൻസിയില്. ഇത് ഒരു സൈഡ് ചെറുത് മമ്മി. അയ്യ ഞാൻ പറഞ്ഞല്ലോ 4 മടക്കിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇന്നലെ പറഞ്ഞ ആടിന്റെ ചെവി കണക്കാക്കി വെച്ചിട്ട് റോസ പോവും കേട്ടോ അമ്മ. ഏത് ആ ഓക്കെ ശരി ഉമ്മ കേറിക്കോ. ഞാൻ വരണ ബൈ. അപ്പൊ ഞങ്ങള് ഓക്കെ ഉമ്മ കേറിക്കോ. ഉമ്മ പൊക്കോ. ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് വന്നോ ഗൈസ്. ഉമ്മ ഭയങ്കര പങ്ക്ച്വാലിറ്റി ആണ്. ഞാൻ ഇറങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പ് ഉമ്മ ഇറങ്ങിയിരിക്കുകയാണ്. മിസ് ചെയ്യുന്നു ഗൈസ്. എനിക്ക് വീട് മിസ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് പോവാൻ റെഡിയാണ്. ഉമ്മ ഒറ്റയ്ക്ക് പോവാൻ റെഡിയാണ്. അപ്പൊ ഞാൻ വീട്ടിലോട്ട് വിമ്മപ്പള്ളിയിലോട്ട് പോവാണ് ഗൈസ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ആരെങ്കിലും ഉമ്മയുടെ പിന്നെ സഹോദരങ്ങളും എല്ലാവരും വല്ലതും ഉണ്ടാക്കി വെച്ചോന്നൊന്നും അറിഞ്ഞൂടെ. അവിടെ പോയിട്ട് വേണം വല്ലതും ഞം ആളില്ലാത്ത വീട്ടിൽ എന്തിനാണ് എയർ ഫ്രഷ്നർ? തിരിച്ചുവരുമ്പോ മണക്കാൻ വേണ്ടി സാധനം. പാത്രം ചട്ടിയും ഒക്കെ പറക്കിയല്ലോ അല്ലേ. നമ്മൾ ഇറങ്ങാൻ നിന്നപ്പം മഴ പെയ്യുന്നു. ചൂടേണ്ട. അപ്പൊ നമ്മൾ എളുപ്പല്ലേ മഴ പെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ മഴ പെയ്യുന്നു. അപ്പൊ ഇറങ്ങാം. നമുക്ക് നേരെ അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാം. ഉമ്മ പൈസ ഒക്കെ എടുക്കണ്ടേ? പിള്ളേർക്ക് സക്കാത്ത് കൊടുക്കണ്ടേ? ഉമ്മയെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരും. ഓ ഞാനല്ലേ ഓഫാക്കിയ മമ്മി. അയ്യോ സോറി മമ്മി. ഈ ലൈറ്റ് ഒക്കെ ഓഫാക്കാൻ പറഞ്ഞു. ഓക്കെ അവിടെ എത്തിച്ച് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഭീമാപ്പള്ളി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട് ഭീമാപ്പള്ളിയിൽ നിന്നും ആകെ 700-750 മീറ്ററേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെത്തും. സോ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഭീമാപ്പള്ളിയിലത്തെ വീട്ടിലുള്ള എൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഞാൻ റൂമൊന്നും ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. ഞാൻ റൂം ടൂറ് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ. ഞാൻ വന്ന പാടെ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉമ്മ ഒന്ന് നിസ്കരിക്കുന്ന സമയം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പം ഇളയമ്മൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. വല്ലതും കിട്ടുമെങ്കിൽ കഴിക്കണം. അവിടെ പോയിട്ട് ഫുഡും കഴിച്ച് ചായയൊക്കെ കുടിച്ച് വരാം നമുക്ക്. ഓക്കെ 4:30 മണിയായി. ചായന്റെ സമയത്താണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. വീടിന് തൊട്ട് പുറകിലാണ് കേട്ടോ. ജസ്റ്റ് നമ്മളെ വീടിന്റെ സൈഡിലായിട്ടൊരു വഴിയുണ്ട്. അതിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ലോക്ക് ചെയ്യണോ? ദൂരമൊന്നുമില്ല. ഇത് നമ്മളെ വീട്. ഈ വഴി കൂടെ കയറി കഴിഞ്ഞാൽ ഇളയമ്മൻ്റെ വീടാണ്. അനക്കൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കയറാം. അവിടെ കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ വന്ന് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരു നാണമില്ലാണ്ട് ചോറ് കഴിച്ചു. അയ്യോ ഒരു പാത്രം ചോറിന് 3 പേര് ചോറ് കഴിക്കാൻ കഴിച്ചു. നമുക്ക് സാധാ ചോറ് പപ്പടം. ഉമ്മ ഇത് തന്നെ എടുത്തോ. എനിക്കൊരു പിടി. മതി. താത്ത ഇതെന്തോന്ന് ബീഫാ? വേണ്ട. ഇന്നലത്തത് മെനിഞ്ഞാൻ തീർത്തോ? എനിക്ക് ബീഫ് വെച്ചോ. ഇത് വേണ്ട. ഈ വലിയ പീസായിട്ട്
ബീഫ് കറി വേണ്ട, ബിക്കോസ് ബീഫ് കറി നല്ല കളറുണ്ട്, പക്ഷെ വേണ്ട, അലർജിയാണ് ഗൈസ്. എത്ര കാലമായി ചോറ് കഴിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് പെരുന്നാളിന് ചോറും സാമ്പാറും ഒക്കെ കഴിക്കുന്നത്, സാധാ ചോറ്. ഒരു സാമ്പാർ കൊള്ളാന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് എല്ലാവരും സാമ്പാറിൻ്റെ കഥയാണ്. അടിപൊളി ടേസ്റ്റ്, അടിപൊളി. അതെ, ബീഫിനെക്കാളും, സോറി ഞാൻ ബീഫല്ല എടുത്ത്, ചിക്കനാണ്. നല്ല ടേസ്റ്റ്. ചായ കുടിക്കണില്ല, എന്തരന്ന് ഇത് ചായ കുടിക്കാത്ത മക്കളെല്ലാരും നിർത്തിയെന്ന് ചായ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇവിടുത്തെ ഗാർഡനിങ് ആണ് കേട്ടോ. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കുരുവി കൂട് വെച്ചിട്ടുള്ള വീഡിയോ. ആ കുരുവിൻ്റെ കൂടൊക്കെ പോയി ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ ചെടികൾ, കുറച്ച് സ്ഥലമേ ഉള്ളൂവെങ്കിലും ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഈ മരം ഏതാണെന്നറിയോ, ഇത് നെല്ലിക്കയാണ്, ചുമന്ന നെല്ലിക്കയില്ലേ. ഇതിൽ പിടിക്കുവാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു ഇല പോലും കാണത്തില്ല, പക്ഷെ ഇപ്പം ഇച്ചിരി പോലും ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, പിടിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ചുമന്ന കളറാകുന്ന ടൈമിലുണ്ടല്ലോ, അതായത് ഒരുപാട് പിടിക്കുന്ന സമയത്ത് ഇതിലൊന്നും കാണത്തില്ല. പിന്നെ ഭയങ്കര ഉറുമ്പായിരിക്കും കേട്ടോ, ഉറുമ്പിന്റെ ഒരു മേളം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ കാര്യമായിട്ട് നമുക്ക് പോയിട്ട് അവിടെ നിന്ന് പറിച്ച് കഴിക്കാനൊന്നും പറ്റത്തൊന്നുണ്ടാവത്തില്ല. താഴെ വീഴുന്ന കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാനേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എന്റെ പേരെന്ന് അറിയത്തില്ല, നോർമൽ ഷോയ്ക്ക് വെക്കുന്ന ചെടികളൊക്കെയാണ്. പിന്നെ ഇത് മുന്തിരിയാണ് കേട്ടോ, ഈ മുകളിൽ പടർത്തി വിട്ടിരിക്കുന്നത്. എന്റെ അറിവിൽ ഒരു 2 വർഷത്തിന് മേലെ ഇന്ന് വരയ്ക്കും അതിൽ ഒന്നും പിടിച്ചിട്ടില്ല ഗൈസ്. ഇതൊക്കെ മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പേരറിയാത്ത കുറച്ച് ചെടികളാണ് ഇതൊക്കെ. പക്ഷേ കുളമാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ സൂപ്പറായിട്ട് വെക്കും എന്നൊക്കെ. കണ്ടാ വീട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തെറ്റിപ്പോണു. ഇതെന്റെ ഇളയമ്മാന്റെ മോളുടെ കൈയാണ് കേട്ടോ. അവള് അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും മെഹന്തി ഇട്ടില്ല പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്, അവളുടെ വിചാരം എൻ്റെ കൈ ഇരിക്കുന്നത് ഞാൻ വെച്ചെന്നാണ്. പക്ഷെ ഞാൻ നീറ്റായിട്ട് വെച്ചെടുത്ത്. എനിക്ക് കുറച്ചൊക്കെ അറിയാം ഗൈസ്, ഞാൻ എപ്പോഴും തള്ളുന്നതെന്നല്ല, സീരിയസ് ആയിട്ട് എനിക്ക് വെക്കാൻ അറിയാം. അവസാനം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ വരച്ച് ഫുള്ളാക്കി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 11:30 മണിക്ക് നമുക്ക് എമ്പുരാൻ മൂവി ഉണ്ട്. അങ്ങനെ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ മൂവിക്ക് പോയി. ബ്രദർ എവിടെയോ ആയിരുന്നു, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മൂവിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ പാവം എവിടെന്നോ ഓടിപ്പടിച്ച് വന്നിട്ട് എന്നെ നേരെ മൂവിക്ക് കൊണ്ടുപോവാണ്. ബിക്കോസ് ടിക്കറ്റ് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുക്കണ്ടായിരുന്നു എനിക്ക് പിന്നെ തോന്നിയായിരുന്നു. എനിക്ക് ടീച്ചറിൽ ഞാൻ എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു. സത്യം പറയാൻ ടിക്കറ്റ് ബ്ലാക്കിൽ വിറ്റാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് എമ്പുരാൻ കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. 11:30ക്കാണ് നമ്മുടെ ഷോ. ഇനി വെറും 3 മിനിറ്റേ ഉള്ളൂ. അപ്പം അവിടെ പോയി കയറാമല്ലേ. നിങ്ങളും സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാലോ. ഞാൻ പോയി സീറ്റ് കണ്ടുപിടിക്കട്ടെ. മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നോർമലി നമുക്കിങ്ങനെ ടൈറ്റിലൊന്നും കാണാനുള്ള ഭാഗ്യം കിട്ടാറില്ല, കാരണം മൂവി തുടങ്ങിയതിന് ശേഷമായിരിക്കും അവിടെ ഇപ്പോൾ എത്തുന്നുണ്ടാവുക. ഇതെന്തായാലും കൊള്ളാം, ടൈറ്റിലെങ്കിലും കാണാൻ പറ്റുമല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് സത്യം പറയാമല്ലോ, മൂവി തുടങ്ങിയതും ഇടയ്ക്ക് ഇൻ്റർവെൽ വന്നതും അതുപോലെ പടം തീർന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ നിങ്ങൾ പടം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതൽ പടത്തിനെക്കുറിച്ച് കമൻസ് ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഗൈസ്. പടമൊക്കെ കണ്ട് നേരെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം 4 മണി. 11:30ക്ക് തുടങ്ങിയ മൂവിയാണ്. ഏകദേശം 2:45 അടുപ്പിച്ചായി കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് വീടെത്തിയപ്പോഴത്തേക്കും 4 മണിയായിട്ടോ. മൂവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കോൺട്രവേഴ്സി, രാഷ്ട്രീയപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കണമെന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നും പറഞ്ഞു പോയതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പോയ ഷോയ്ക്ക് സെൻസറൊക്കെ ചെയ്തിട്ടുള്ള ഒരു പടമാണ് നമ്മൾ കണ്ടത്. എല്ലാം വെട്ടിമുറിച്ച് ഒന്നുമില്ല പടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യം കയറി പടം കണ്ടപ്പോൾ വിചാരിച്ചു സിനിമ അറിയോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അധികവും, മനസ്സിലാക്കിയെടുക്കാൻ പാട്. പിന്നെ സബ് ടൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് തീരുവാണ്, സീൻ അവിടെ കട്ടാവുകയാണ്. കുറ്റമല്ല കേട്ടോ ഞാൻ പറയുന്ന മൂവിനെ കുറിച്ചിട്ട് ഒരു റിവ്യൂ ആണ്. കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ചിരി വന്നൊരു കാര്യമുണ്ട് എൻ്റെ ക്ലൈമാക്സിൽ. പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിന് എന്തോ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മള് ബാഹുബലിയില് കട്ടപ്പയും ബാഹുബലിയായിട്ട് ഒരു കാടിന്റെ ഉള്ളിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അവർ തമ്മിലല്ല അല്ലാതെ. അപ്പം അതിൽ അനുഷ്കയൊക്കെ കാണിക്കുന്ന ആ സീനിലുണ്ടായുള്ള ഒരു സ്റ്റണ്ടാണ് എനിക്ക് ഓർമ്മ. ഇങ്ങനെ കത്തി മാറ്റി കൊടുത്തിട്ടുള്ള ഒരു കളിയുണ്ടല്ലോ, ഐ മീൻ ആ ചുറ്റിക. അപ്പം അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തായാലും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. എൻ്റെ മുഖം കണ്ടു നോക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഞാൻ എവിടെ കളയ്ക്കാൻ പോയണൊക്കെയാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഉറക്കമില്ല, നമ്മൾ നോമ്പാണ് ഇന്ന് തുടങ്ങി. ഇനി ഒരു 6 നോമ്പുണ്ട്. അത് ഉമ്മയുടെ കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പെരുന്നാളത്ത് വ്ലോഗ് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എനിക്കറിയാം എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ
എന്തൊക്കെയൊക്കെ നടന്നപ്പോൾ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ പകർത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഫാമിലി ടോക്സ്, പിന്നെ കുറേ ചില്ലറ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ, എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. എനിക്ക് വീടിനെ കുറിച്ച് എന്താണെന്നുള്ളൊരു കൺക്ലൂഷൻ എനിക്ക് എത്താൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഈ ഡ്രസ്സൊക്കെ അയച്ചു വെക്കട്ടെ. നാശക്കോട്ടയാക്കി. കാരണം ഞാൻ എപ്പോൾ ഇട്ട ഡ്രസ്സാണെന്നറിയോ ഇത്? 4 മണി വരെ വേർത്ത് കുളിച്ച് എനിക്ക് തിന്ന് കുടിച്ചൊക്കെ ഒരു അവസ്ഥയായി. നമുക്കിനി പുതിയൊരു വീട് കാണാം. എനിക്ക് ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു പിച്ച് വന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ കയറി കിടന്നുറങ്ങുന്ന പിടിക്കാണ്ട്. അപ്പോൾ ഞാൻ മൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അത്രേ ഉള്ളൂ. ബൈ. ഇനിയൊന്നുമില്ല.